അങ്ങനെ ലാലേട്ടന്റെ മറ്റൊരു റീ റിലീസ് ചിത്രം കൂടെ ബ്ലോക്ക് ബസ്റ്റർ ആവുകയാണ്. ലാലേട്ടൻ്റെതായി റീ റിലീസ് ചെയ്ത എല്ലാ സിനിമകളും തിയേറ്ററിൽ സൂപ്പർ ഹിറ്റാണ്. എന്നാൽ ലാലേട്ടൻ്റെത് അല്ലാതെ റിലീസ് ചെയ്ത ഒരു സിനിമകളും ഇവിടെ ഹിറ്റായിട്ടുമില്ല. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് ആലോചിച്ച് നോക്കിയപ്പോഴാണ് ഇതിന്റെ പ്രധാന കാരണം മോഹൻലാൽ ഫാൻസാണ്. കാരണം അവർ ലാലേട്ടന്റെ റീ റിലീസ് ചിത്രങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പിന്തുണയുണ്ട്. ഏത് റീ റിലീസ് സിനിമ വരികയാണെങ്കിലും അതിന് ഫാൻ ഷോ സംഘടിപ്പിക്കുക, അതിന്റെ തിയേറ്റർ സെലിബ്രേഷൻ വീഡിയോ ആദ്യ ദിനം തന്നെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ എല്ലായിടത്തും സ്പ്രെഡ് ആവുക. ഇപ്പോൾ മലയാളത്തിലെ ഏറ്റവും പരസ്യം ചെയ്തുകൊണ്ട് വന്ന റീ റിലീസിൽ ഒന്നായിരുന്നു വടക്കൻ വീരഗാഥയും വല്യേട്ടനും ഒക്കെ, അതേപോലെ തന്നെ സ്ഫടികവും ഒക്കെ. പക്ഷേ വീരഗാഥയ്ക്കും അതുപോലെ തന്നെ വല്യേട്ടനും ഒന്നും തിയേറ്ററിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. തിയേറ്ററിൽ അങ്ങനെ വിജയിച്ച സിനിമകൾ എന്ന് പറയുന്നത് മോഹൻലാലിൻ്റേത് മാത്രമാണ്. അതിന്റെ കാരണമാണ് ഈ പറഞ്ഞത്. ഒരു റീ റിലീസ് ചിത്രം നമ്മൾ ഒരുപാട് തവണ കണ്ട സിനിമയാണ്, നമുക്ക് ഡയലോഗുകളും അതിലെ സീനുകളൊക്കെ കാണാപ്പാടമാണ്. വീണ്ടും അത് യൂട്യൂബിലൊക്കെ നല്ല ക്ലാരിറ്റിയിലൊക്കെ അവൈലബിൾ ആണ്. എന്നിട്ട് നമ്മളത് കാണാൻ തിയേറ്ററിൽ പോകണമെങ്കിൽ അതിനൊരു കാരണം വേണം. അത് തിയേറ്ററിൽ സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ചോട്ടാ മുംബൈയൊക്കെ ഇറങ്ങിയ സമയത്ത് അത് തിയേറ്ററിൽ കാണാൻ ഓരോ മലയാളിക്ക് തോന്നിയത് അതിന്റെ തിയേറ്റർ സെലിബ്രേഷൻ വീഡിയോ കണ്ടിട്ടാണ്. 2.5 മണിക്കൂർ ഔട്ട് ആൻഡ് ഔട്ട് സെലിബ്രേറ്റ് ചെയ്യുക, അതിലെ ഓരോ സീനുകളും അതുപോലെ അതിലെ പാട്ടുകൾ ഉൾപ്പെടെ എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്ന വീഡിയോ ലാൽ ഫാൻസ് സോഷ്യൽ മീഡിയയിൽ നിറച്ചു. അതങ്ങനെ ഒരു സെലിബ്രേഷൻ നടക്കണമെങ്കിൽ ഫാൻ ഷോ വെക്കണം. ഫാൻ ഷോ വെച്ചാൽ മാത്രം പറയാം ആ ഫാൻ ഷോ ഫുള്ളാക്കണം. അതിന് അത്രത്തോളം ആരാധകർ വേണം, അതിന് ആരാധക കൂട്ടം മുൻകൈ എടുക്കണം. അതല്ല സോഷ്യൽ മീഡിയയിൽ ചുമ്മാ ചൊറിയുത്തിയിരുന്ന് ഡയലോഗ് അടിച്ചതുകൊണ്ട് മാത്രം റീ റിലീസിനൊന്നും ആൾക്കാർ തിയേറ്ററിൽ എത്തൂല. കാരണം നമുക്കറിയാം മലയാളത്തിൽ റീ റിലീസിനൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഒക്കെ വളരെ കുറവാണ്. കാരണം വളരെ കുറച്ച് പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അധികവും റീ റിലീസുകൾ വരാറുള്ളത്. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എനിക്ക് തോന്നുന്നത് ദേവദൂതനാണ്. കാരണം ദേവദൂതൻ ഒരു കാലത്ത് പരാജയപ്പെട്ടു പോയ സിനിമയാണ്, അതിന് കുറച്ച് കൾട്ട് ഫോളോയിങ് ഒക്കെ ഉണ്ട്. പക്ഷേ ആ സിനിമയ്ക്ക് അത്രയേറെ ആൾക്കാർ കയറാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് അതിലെ ആ ഒരു സോങ്ങിൻ്റെ ഒരു സെലിബ്രേഷനാണ്. കാരണം അതിന് എന്താ പറയുക, ഫാൻ ഷോയ്ക്കും അല്ലെങ്കിൽ പിന്നീടുള്ള ഷോകൾക്കൊക്കെ ആരാധകർ കൊടുത്തൊരു റിസപ്ഷനാണ്. അതുപോലെ സ്ഫടികം, അതുപോലെ ചോട്ടാ മുംബൈ, ഇങ്ങനെ ഏത് സിനിമ എടുത്താലും അതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്തുകൊണ്ട് കട്ടയ്ക്ക് കൂടെ നിൽക്കുക. ഇപ്പോൾ ലാലേട്ടൻ ആരാധകരെ സംബന്ധിച്ച് അവർക്ക് വേറെ സിനിമ ഇല്ലായിട്ടൊന്നുമില്ല. അവർക്ക് ഇപ്പോൾ ഈ വർഷമാണെങ്കിൽ തുടരുമുണ്ട്, അതുപോലെ തന്നെ എമ്പുരാനുണ്ട്, അങ്ങനെ ഒരുപാട് വലിയ ഹിറ്റുകൾ ഹൃദയപൂർവ്വം ഉൾപ്പെടെയുണ്ട്. എന്നിട്ടാണ് റീ റിലീസ് ചെയ്ത് വരുന്ന സിനിമയ്ക്ക് അവർ കട്ടയ്ക്ക് സപ്പോർട്ട്. ഇപ്പം ലേറ്റസ്റ്റ് വന്ന രാവണപ്രഭു എടുത്താൽ രാവണപ്രഭു ഇത്രയ്ക്ക് ഹിറ്റാവാൻ കാരണം ആ കവിതയിൽ നടന്നിട്ടുള്ള ഒരു പ്രീമിയർ ഷോയാണ്. ആ പ്രീമിയർ ഷോയുടെ ഒരു 100 കണക്കിന് വീഡിയോസ് ലാൽ ഫാൻസിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ പോവുകയാണ്. ആ രീതിക്കാണ് അത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണുന്ന നമുക്കും തിയേറ്ററിൽ പോയി അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് തോന്നും. അങ്ങനെ തോന്നുന്ന മൊമെന്റിലാണ് ആ സിനിമ ക്ലിക്കാവുന്നത്. കുറഞ്ഞ സ്ക്രീനിൽ ഇറക്കി പിന്നീട് കൂടുതൽ സ്ക്രീനുകളിലേക്ക് പോവുക, ബിഗ് സ്ക്രീനുകൾ മാത്രം ചാർട്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നത് ഫാൻസുകാർ കൊടുക്കുന്ന സപ്പോർട്ടാണ്. അതിന് ലാൽ ഫാൻസിനെ കൈയടിച്ച് അഭിനന്ദിച്ചേ മതിയാവുള്ളൂ. മറ്റ് ആരാധകരുടെ പടങ്ങൾ ഹിറ്റാവാതിന് കാരണം അങ്ങനെ ആരാധകർ പിന്തുണയ്ക്കാത്തതുകൊണ്ട് മാത്രമാണ്. എന്തായാലും ലാൽ ഫാൻസിന് ഈ കാര്യത്തിൽ വലിയൊരു സെല്യൂട്ട് ഉണ്ട്. ലാലേട്ടന്റെ സിനിമകൾ ഇവിടെ റീ റിലീസ്